ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ 2 ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു 5 ഫോർ ആംസിൻ്റെ വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് ഈ ബൈസെപ്സൊക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ട്രൈസെപ്സ് ഗ്രോ ചെയ്യിപ്പിക്കണം, അതുവഴി നമ്മുടെ കൈകളുടെ സൈസൊക്കെ കയറ്റണമെന്നൊക്കെ. പക്ഷേ നമ്മൾ മിക്കവാറും ആൾക്കാർ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, അല്ല ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഫോർ ആംസിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഗ്രിപ്പുകൾക്കൊക്കെ, നമ്മുടെ ഗ്രിപ്പിനൊക്കെ, നമുക്ക് ഡംബിൾസൊക്കെ പിടിക്കണമെങ്കിലും നമുക്ക് കൂടുതൽ വെയിറ്റുകളെടുത്ത് പൊന്തിക്കണമെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഗ്രിപ്പിനൊക്കെ നല്ല സ്ട്രോങ് ഉണ്ടാവണം, നമ്മുടെ ഫിംഗേഴ്സ്, ഗ്രിപ്പ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വർക്കൗട്ടുകൾ ആരും ചെയ്യില്ല. അതുകൊണ്ട് ഈ ഫോർ ആംസ്, ചിലവരുടെ ബൈസെപ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഊരിണ്ടിരിക്കും. പക്ഷേ അവിടുന്ന് താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ, ഫോർ ആംസിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ വീക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫോർ ആംസിൻ്റെ വർക്കൗട്ട് ഒരിക്കലും മറന്നു വരുന്നത്. ഒരു ചെറിയ മസിൽ ഗ്രൂപ്പാണ്, എന്നാലും അതിനെ മറന്നു വരുത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യണം. ഫോർ ആംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള അവർ കൈകളുടെ ലുക്കൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫോർ ആംസിൻ്റെ ഒരു 5 വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. 2 ഡംബൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന 5 വർക്കൗട്ടുകൾ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫോർ ആംസ് നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആദ്യം ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിന് തന്നെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഫിറ്റ്നസ് വീഡിയോസ് കണ്ടിട്ട് എൻ്റെ വീഡിയോയുടെ ഒരു ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഒരു ലൈക്ക് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അത്രയും പ്രോത്സാഹനമാണ് കിട്ടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളൂ, നമ്മുടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്. ഓക്കെ, അപ്പം ആദ്യം ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഡമ്പൽ ഇങ്ങനെ കയ്യിലെടുക്കുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇതാണ് വർക്കൗട്ട്. നിങ്ങളുടെ കൈകളുടെ ആ ഒരു ഫിംഗർ കൊണ്ട് നിങ്ങളുടെ ഡമ്പലിനെ നിങ്ങളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് വർക്കൗട്ട്. ഇത് നല്ല സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങളുടെ ഗ്രിപ്പ്, നിങ്ങളുടെ ഫിംഗേഴ്സിനൊക്കെ നിങ്ങളുടെ റെസ്റ്റ് ഭാഗത്തിനൊക്കെ നല്ല ശക്തി ഉണ്ടാക്കാനും നിങ്ങളുടെ ഹാൻഡ് പവർ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, നിങ്ങൾക്കിത് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് അത്ര നിസ്സാരമായൊരു വർക്കൗട്ടല്ല, വളരെ ടഫായിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 5 കിലോയുടെ ഒരു ഡമ്പൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നിട്ട് പോലും നല്ല എഫക്റ്റീവാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നമുക്കൊരല്പം കൂടെ ഭാരം കൂടിയ ഡമ്പൽസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബെനിഫിറ്റ് നമുക്കുണ്ടാകുന്നതായിരിക്കും. സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 പ്രാവശ്യം റൈറ്റിലോട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. കണ്ടില്ല, നമ്മൾ ഈ വണ്ടിയുടെയൊക്കെ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് പിടിക്കുന്നത്, ആ ഒരു മോഡലാണ് അങ്ങോട്ട് അതിനൊക്കെ തിരിച്ച്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകും. അപ്പം ഞാൻ ഈ വർക്കൗട്ടുകളുടെ ഒന്നും പേര് തൽക്കാലം ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോകളിലും ഈ വർക്കൗട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതാണ് മിക്കവാറുമൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. ഇതും നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ഫോർ ആംസിന് നല്ല ഒരു പവർ ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ ഫോർ ആംസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യിപ്പിക്കാനും വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. ഇതും നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു വർക്കൗട്ടുകളും ഞാൻ റപ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ റപ്സിനെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് വർക്കൗട്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇതാണ് വർക്കൗട്ട്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ഫോർ ആംസിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഈ വർക്കൗട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിനകത്ത് ഞാൻ വെറും 5 വർക്കൗട്ടുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 വർക്കൗട്ടുകളും നിങ്ങൾക്ക് 2 ഡംബൽസ് വെച്ച് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകൾ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം. മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ താഴോട്ട് ഹാങ് ചെയ്തിട്ടുക. അതിനുശേഷം ഡമ്പൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ, ഇതാണ് വർക്കൗട്ട്. മേളിലോട്ട് മാക്സിമം മേളിലോട്ട് നിങ്ങൾ ചുരുട്ടി മുകളിലോട്ട് തന്നെ കയറ്റുക. അതിനുശേഷം വളരെ സ്ലോയിൽ താഴോട്ട് കൊണ്ടുപോവുക. കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഫിംഗറിലാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് വർക്കൗട്ട്. അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ, നമ്മുടെ ഫോർ ആംസിന് നല്ലൊരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം കണ്ടില്ലേ, മേളിലോട്ട് പതുക്കെ ഡൗൺ, വീണ്ടും അപ്പ്. ഇതിനും നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട, റപ്സ് കൗണ്ട് ചെയ്യേണ്ട.
നിങ്ങളെ കൊണ്ട് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ 5 വർക്കൗട്ടുകളും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ 5 വർക്കൗട്ടുകളും നിങ്ങളുടെ ഫോർ ആംസിനെ ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ല വർക്കൗട്ടുകളാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. എന്നിട്ട് പോലും എനിക്ക് വളരെ നല്ല ഒരു എഫക്റ്റാണ്, നല്ലൊരു പ്രഷറാണ് എൻ്റെ ഫോർ ആംസിലോട്ട് വരുന്നത്. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കൈ ഡമ്പൽ എടുക്കുക. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് നമ്മുടെ എൽബോയുടെ ഭാഗത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഇത് കണ്ടോ, ഇതാണ് വർക്കൗട്ട്. ഡൗൺ ആൻഡ് അപ്പ് കണ്ടോ, ഇതാണ് ഒരു റൊട്ടേഷനാണ് നമ്മൾ ഡമ്പൽ വെച്ച് ചെയ്യുന്ന റൊട്ടേഷൻ. അടിപൊളി വർക്കൗട്ടാണ്. അപ്പ് ആൻഡ് ഡൗൺ, സൂപ്പർ വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കൈ ഈ വെയിറ്റ് കൊണ്ട് പതുക്കെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പം ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് നമ്മുടെ കൈകളെ നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് അധികം ഭാരം നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് വെയിറ്റ് മാത്രം ഉപയോഗിക്കുക. ഒരു 2 കിലോയുടെ ഡംബിൾസ് വെച്ച് നിങ്ങൾ ചെയ്താലും ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ എത്ര കിലോ, ചിലപ്പോൾ 2 കിലോ ആയിരിക്കും, 2.5 കിലോ ആയിരിക്കും. ഓക്കെ, അത് മതി. നമുക്ക് ആ ഒരു വെയിറ്റ് വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 5 കിലോയുടെ ഡമ്പലാണ് ഇരിക്കുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ഡമ്പലാണ്. അപ്പോൾ എനിക്കിതിനകത്ത് വേണമെങ്കിൽ വെയിറ്റ് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഞാൻ ചേഞ്ച് ചെയ്യാതിട്ടേക്കുവാണ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടേ. ഓക്കെ ഫ്രണ്ട്സ്, ഇത് 5 കിലോനാണ്. 2.5 2 പ്ലേറ്റ്സാണ് കിടക്കുന്ന ഒരു ഡമ്പലിനകത്ത്, അങ്ങനെ 5 കിലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. ഓക്കെ, നിങ്ങൾ റിവേഴ്സിൽ ഇങ്ങനെ ഡമ്പലിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പ്. ഇത്ര മാത്രമേ നിങ്ങൾ മേളിലോട്ട് ഉയർത്താവുള്ളൂ. ഒരുപാട് മേളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ ബൈസെപ്സിലോട്ടായിരിക്കും കൂടുതൽ പ്രഷർ പോകുന്നത്. അപ്പം ഈ ഒരു ലെവലിൽ മാത്രം വരണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇത് നല്ല സൂപ്പർ വർക്കൗട്ടാണ് ഫോർ ആംസിന്. നിങ്ങളുടെ ഫോർ ആംസിൻ്റെ എല്ലാ പാർട്സുകളും എല്ലാ മസിൽ ഗ്രൂപ്പുകളും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതും നിങ്ങൾ ലൈറ്റ് വെയിറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അതുകൊണ്ട് ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട്. അടിപൊളി വർക്കൗട്ടാണ്, നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും